വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി അപ്പം, ഇടിയപ്പം എന്നിവയ്ക്കെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള കുറുമയാണ്. അതിനായി ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് നന്നായി കഴുകി ഒരു കുക്കറിലാക്കി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്താൽ മതി. അതിലേക്കിനി ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ പെരുംജീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി. വെളുത്തുള്ളി 5-6 എണ്ണം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ആവശ്യത്തിന് വേപ്പില എന്നിവയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ച ഗ്രീൻ പീസ് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് പട്ട, പെരുംജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം നിന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് എടുത്താൽ മതി. ഇനി അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ മസാലയെല്ലാം വഴറ്റി വയ്ക്കുന്ന കറികൾക്ക് ചെയ്യുന്നത് പോലെ ഒരുപാട് നേരം നിന്ന് വഴറ്റേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒരു 10-30 സെക്കൻഡ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേപ്പില, തക്കാളി എന്നിവ കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്കിനി ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം എന്നിവ ഒഴിച്ച് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം. നാളികേരത്തിൽ 1/4 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 4-5 വേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ കൂടി ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി കുക്കർ തുറന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നാളികേരം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുത്ത് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.